നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 1201 തുലാമാസം 12-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 29-ാം തീയതി ബുധനാഴ്ച. നാളെ ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6 മണി. നാളെ ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ്. നാം ശുഭാശുഭങ്ങൾ ഒന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല, നിങ്ങൾക്കറിയാം. നാളത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രം, മകരം രാശിയാകുന്നു. ഉത്രാട നക്ഷത്രത്തിൽ ആദ്യത്തെ 15 നാഴിക ധനുരാശിയും പിന്നീടുള്ള 45 നാഴിക മകരൻ രാശിയുമാകുന്നു. നാളെ പൂർണ്ണമായും 28 നാഴികയോളം ഉത്രാട നക്ഷത്രമാണ്. അതിനാൽ മകരൻ രാശി തന്നെയാണ് നാളെ പൂർണ്ണമായും. നാളത്തെ തിഥി കാലത്ത് 9:15 വരെ സപ്തമി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ശക്തമായ സപ്തമി തിഥിയാണ്. 9:15 കഴിഞ്ഞാൽ പിന്നെ വെളുത്തപക്ഷത്തിലെ തന്നെ അഷ്ടമി തിഥിയാണ്. അഷ്ടമി ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത തിഥിയാകുന്നു. അത് ഒഴിഞ്ഞ തിഥിയാകുന്നു. ഒഴിഞ്ഞ തിഥികൾ ജ്യോതിഷത്തിൽ ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14 തിഥികൾ. അഷ്ടമി തിഥി അപ്രകാരം തന്നെ ഗുണമില്ലാത്ത തിഥിയാണ്. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേത് ആയാലും. കറുത്ത പക്ഷത്തിലെ അഷ്ടമിക്ക് പക്ഷേ വിവാഹ വിഷയത്തിൽ പ്രധാന സ്ഥാനമുണ്ട്. കൃഷ്ണാഷ്ടമി എന്ന മുഹൂർത്ത പദവിയിൽ ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്തത് കറുത്ത പക്ഷത്തിലെ അഷ്ടമിക്കാണ്. അത് ഭഗവാൻ കൃഷ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. രോഹിണി നക്ഷത്രത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയിലാണ് ഭഗവാൻ കൃഷ്ണൻ ഭൂജാതനായത്. നാളത്തെ നക്ഷത്രം പ്രായം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ഗുണമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കാലത്ത് 8 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്ന ഒരു സമയം 8:20 മുതൽ 9:15 വരെയുള്ള സമയം. അതും വ്യാഴകാലഹോരയാണ്. പ്രായണ വളരെ അനുകൂലമായ സമയമാകുന്നു. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ 2:30 മുതൽ 3:20 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന പ്രധാനമായും ഞാൻ സൂചിപ്പിച്ച ഉത്രാടം നക്ഷത്രമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെ ഗുണമാണ്. അപ്രകാരം ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുന്നത് വളരെയധികം എനർജിയെ പ്രദാനം ചെയ്യും. ശിവന് കൂളമാല, ജലധാര വഴിപാടെ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.